ഒരു കാർ വാങ്ങാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇലക്ട്രോണിക് അപ്ലയൻസസ് ഒക്കെ വാങ്ങാൻ കാത്തിരിക്കുന്ന ആളാണ് നിങ്ങൾ. ഓണക്കാലമൊക്കെ അല്ലേ, ഒരുപാട് ഓഫറുകൾ ഉണ്ടാവും അല്ലേ? പക്ഷെ നിങ്ങളൊരു 2 മാസം കൂടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപക്ഷെ കാത്തിരിക്കുന്നത് വൻ ലാഭമായിരിക്കും. ഒരുമാതിരി എല്ലാ സാധനങ്ങളുടെയും വില ചീപ്പാവാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. ഏതെങ്കിലും ഓഫറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫെസ്റ്റിവൽ സീസണോ കാരണമല്ല, പക്ഷേ GST റേറ്റ് ഒക്കെ വളരെയധികം കുറയ്ക്കാൻ പോവുകയാണ് നമ്മളുടെ കേന്ദ്ര സർക്കാർ. നിലവിൽ ഇന്ത്യയിൽ 4 ടൈപ്പ് GST റേറ്റ്സ് ആണ് ഉള്ളത്. 5%, 12%, 18%, പിന്നെ 28%. കേന്ദ്ര ഗവൺമെന്റ് ഒരു പുതിയ പ്രപ്പോസൽ കൊണ്ടുവന്നിരിക്കുകയാണ്. അത് പ്രകാരം 28% സ്ലാബിലുള്ള 99% സാധനങ്ങളും 18% സ്ലാബിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ്. അതുപോലെ 12% സ്ലാബിലുള്ള 90% സാധനങ്ങളും 5% സ്ലാബിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ്. കേന്ദ്ര സർക്കാരിന് ഇതുമൂലം 50,000 കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടാകാൻ പോകുന്നത്. പക്ഷെ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇപ്പോൾ? കാരണം കഴിഞ്ഞ 5 വർഷത്തിൽ നമ്മുടെ വിലക്കയറ്റം ഒരുപാട് കൂടുതൽ ആയതിനാൽ ആളുകളുടെ പർച്ചേസിംഗ് പവർ കുറയുകയും മിക്ക സാധനങ്ങളുടെയും വില സാധാരണക്കാർക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. അതുകൊണ്ട് ഈ ഒരു GST റിവിഷൻ വഴി ടെക്സ്റ്റൈൽസ്, കൃഷി ഉപകരണങ്ങൾ, പച്ചക്കറികൾ, ഓട്ടോമൊബൈൽ സ്പെയർ പാർട്ടുകൾ എന്നിങ്ങനെ ഒട്ടനവധി സാധനങ്ങളുടെ വില കുറയാൻ പോവുകയാണ്. കേന്ദ്ര സർക്കാർ ഈ ഒരു പ്രപ്പോസൽ GST കൗൺസിലിലേക്ക് അയക്കാൻ പോവുകയാണ്. മിക്കവാറും ഒക്ടോബർ ഒക്കെ ആകുമ്പോഴേക്കും ഇത് നിലവിൽ വരും, അതായത് ദീപാവലി സമയത്ത്. നിങ്ങൾ എന്തെങ്കിലും വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 2 മാസമൊക്കെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദീപാവലി ഓഫറും കിട്ടും, കൂടെ GSTയും കുറയും. അപ്പോൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്